മിശിഹായിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ്. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ് സഭാമാതാവ് നമ്മുടെ പഠനത്തിനായി തന്നിരിക്കുന്നത്. ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണിത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെയും ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് പാപവും രോഗവും തമ്മിലുള്ള ബന്ധം. പഴയമത്തിൽ ഉടനീളം പാപികളെ അതിക്രൂരമായി ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നു. എന്നാൽ പശ്ചാത്തപിച്ച് മനസ്സ് തിരിഞ്ഞാൽ അവരെ രക്ഷിക്കും എന്നും പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പാപിയെ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് അവന് പശ്ചാത്തപിക്കാനുള്ള നിരന്തരമായ ധാരാളമായ 70 പ്രാവശ്യം ഒക്കെ അവസരങ്ങൾ കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. പാപിയെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ എന്നതിലുപരി പാപിയെ രക്ഷിക്കുന്ന, മാറോട് ചേർത്തണയ്ക്കുന്ന, പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്ന ആ മകനെ സ്വീകരിക്കുന്ന ഒരു പിതാവാണ് ദൈവം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ഇന്നത്തെ സുവിശേഷത്തിൽ 4 പേർ ചേർന്നൊരു തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു ആദ്യമായി അവനോട് പറയുന്നത്. തീർച്ചയായും അവനൊരു പാപിയാണെന്ന് യേശുവിന് അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. എന്നാൽ യഹൂദരും പരിസേയ പ്രമാണികളും പാപം മോചിക്കുവാൻ ദൈവത്തിന് മാത്രമാണ് അധികാരമുള്ളതെന്ന് പറഞ്ഞ് യേശുവിനെ തർക്കിക്കുകയും യേശുവിനോട് സംശയം ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യേശു അതിന് മറുപടിയായിട്ടാണ്, ഏതാണ് എളുപ്പം, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ എളുപ്പമെന്ന് ചോദിക്കുന്നത്. തീർച്ചയായും പാപങ്ങൾ ക്ഷമിക്കുന്നു എന്ന് പറയുന്നതിന് പ്രത്യേക തെളിവൊന്നും ആവശ്യമില്ല. ഏതായാലും യേശു അത് പറഞ്ഞത് താൻ ദൈവമാണ് എന്നതിന് തെളിവായിട്ടാണ്. പാപം മോചിക്കുവാൻ ദൈവത്തിന് മാത്രമാണ് അധികാരമുള്ളത്. പ്രിയപ്പെട്ടവരെ, യേശു അതിനുശേഷം ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. നിൻ്റെ കിടക്കയും എടുത്ത് നീ വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പാപവും നമ്മുടെ ഓരോരുത്തരുടെയും രോഗവും തമ്മിൽ നിങ്ങൾ ബന്ധിച്ച് ചിന്തിക്കരുത്. ബന്ധിപ്പിച്ച് ചിന്തിക്കുന്നെങ്കിൽ ഒരിക്കലും അഴിയാത്ത ഒരു കുരുക്കായി നിങ്ങളുടെ ജീവിതകാലം മൊത്തം അത് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. പാപിയെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തിലല്ല, പാപിയെ രക്ഷിക്കുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ പാപത്തിൻ്റെ പരിണിത ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്നു. ദൈവം ഞങ്ങളുടെ പാപം മോചിച്ചാലും പാപമോചനം തന്നാലും നമ്മുടെ ഹൃദയം തകർന്നുകൊണ്ടിരിക്കും. നമ്മൾ അഗ്നികുണ്ഡം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ പാപം ചെയ്യാതിരിക്കുക. പാപം ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും അറിയാം, അതിൻ്റെ ഗൗരവം അനുസരിച്ച് ആ പാപത്തിൻ്റെ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴൊക്കെയും അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും കാർന്നു നിന്നുകൊണ്ടിരിക്കും. നമുക്ക് രോഗം വരുത്താനുള്ള സാധ്യതയും നമ്മുടെ ഈ ഗിൽറ്റി ഫീലിങ്ങിനുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കണം. ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പാപത്തിൻ്റെ മോചനം ധാരാളമായി പറയുന്ന ഒരു കാര്യമാണ്. അത് ധ്യാനഗുരുക്കന്മാരുടെ ഒരു പ്രധാന വിഷയമാണ്. ധ്യാനത്തിൻ്റെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അറിയാൻ പറ്റും, അവരുടെ പ്രസംഗങ്ങളിൽ പാപമോചനവും രോഗശാന്തിയും ഒരു പ്രധാന വിഷയമാണ്. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കുക, പാപം ചെയ്താൽ പശ്ചാത്തപിച്ച് പാപമോചനം പ്രാപിക്കുക. രോഗത്തിൽ നിന്നും പാപത്തിൽ നിന്നുമൊക്കെ മോചിതരാകുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ധാരാളമായിട്ടുള്ള രോഗങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അത് പാപത്തിൻ്റെ കോൺസിക്വൻസാണ്. ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതല്ല. ഇപ്പോൾ
റഷ്യയിൽ 4 ലക്ഷം പട്ടാളക്കാർ പലവിധ പ്രതിസന്ധികളിൽ കാലില്ലാതെയും കൈയില്ലാതെയും മുറിവുകളേറ്റും കിടക്കുന്നു. അത് ആ സോഷ്യൽ തിന്മയുടെ, യുദ്ധമെന്ന സോഷ്യൽ തിന്മയുടെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് സാമൂഹ്യ തിന്മകളാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ തിന്മകളാണെങ്കിലും അതെല്ലാം നമ്മുടെ ശാരീരികമായ മാനസികമായ പ്രതിസന്ധികളിലേക്ക് നമ്മൾ നയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് മനസ്സ്, ശരീരം, ആത്മാവ്, മനുഷ്യബന്ധങ്ങളെല്ലാം സുസ്ഥിതമായിരിക്കട്ടെ. ദൈവത്തിനാണ് പാപം മോചിക്കുവാനും രോഗശാന്തി നൽകുവാനുമുള്ള അധികാരമുള്ളത്. മനുഷ്യർക്ക്, വൈദികർക്ക് പാപം മോചിക്കുവാനുള്ള അധികാരമുണ്ട്. രോഗശാന്തി നൽകുവാനുള്ള അധികാരം ദൈവം ഡോക്ടർമാർക്കാണ് നൽകിയിരിക്കുന്നത്. വൈദികർ ഇതെല്ലാം ഏറ്റെടുത്ത് പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാതിരിക്കാനാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാനം നമ്മളൊരു കാര്യം, വളരെ സന്തോഷകരമായൊരു അനുഭവം കാണുന്നു. എന്താണത്? ഇത് കണ്ട ജനമെല്ലാം ദൈവത്തെ പ്രകീർത്തിച്ച സന്തോഷത്തോടെ കടന്നുപോയി. നമ്മുടെ എല്ലാ സഭാ സമ്മേളനങ്ങളിലും കുർബാനകളും മീറ്റിങ്ങുകളും വഴക്കുണ്ടാക്കി പിരിയാനുള്ള ഒരവസരമായി മാറാതെ വലിയ സന്തോഷകരമായ ദൈവാനുഭവം ഉണ്ടാകാനുള്ള ഒരു അവസരമായി അതൊക്കെ മാറട്ടെ. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മോചിതരായിരിക്കുക. ദൈവം തൻ്റെ കൃപയാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ.